ഫ്രണ്ട്സ് വെറും 10 രൂപ സ്ക്വയർ ഫീറ്റിന് ഒരു വീട് 3 മണിക്കൂർ കൊണ്ട് ഇതുപോലെ വൈറ്റ് സിമെന്റ് അടിച്ചാലോ ഇതാ വളരെ ഫാസ്റ്റ് ആയിട്ട് വേഗത്തിൽ വീടിന്റെ വർക്ക് തീർക്കാൻ പോവാ 3 മണിക്കൂർ കൊണ്ട് ഈ രണ്ട് കോട്ടടിക്കും 2 കോട്ട ലെവൽ ചെയ്യുമ്പോൾ പറഞ്ഞാല് ബ്രഷിൽ മെറ്റീരിയൽ പിന്നെ ഉൾപ്പെടുക്കുമ്പോൾ ലേബർ ചാർജ് കൂടും. ഇത് ഓൺലി ലേബർ ചാർജ് ആണെങ്കിൽ നമുക്കൊരു 26-25 രൂപ റേഞ്ചിലാണെങ്കിൽ വരും. നമുക്ക് ആ സ്ഥാനത്ത് നിന്ന് 1500 സ്ക്വയർ ഫീറ്റ് നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 3 കോട്ട് വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്തിട്ട് മെറ്റീരിയൽ ഉൾപ്പെടെ വരുന്നത് നമുക്ക് 18 രൂപ 18 രൂപയെ വരുള്ളൂ. അപ്പൊ പിന്നെ ആ ടെൻഷൻ വേണ്ട, അത്രയും ലാഭമാണ് എന്നുള്ളേ. അതൊക്കെ നല്ല ലാഭം. ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലാഭത്തിനപ്പുറം ഇതില് ചെറിയ ഇവിടെ കാണില്ലല്ലോ. നിങ്ങൾ അതിന്റെ കൂടെ തന്നെ ക്ലിയർ ആക്കണ്ടോ? എന്താണ് ഇതിന്റെ പരിപാടി? നമ്മള് വൈറ്റ് സിമെന്റ് അടിച്ചെന്ന് ചുമര് തന്നെ നല്ല ഡ്രൈവ് ആണ് നമുക്ക്. നല്ല ഡ്രൈവ് ഉണ്ട്, നല്ല പക്ക ഫിനിഷിംഗ് ഉണ്ട്. അതിന്റെ ഇടയിൽ ആ സാധനം ഒന്ന് കയറ്റി പറയാം. ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അപ്പൊ തന്നെ സ്ക്രാപ്പ് ചെയ്തിട്ട് ഒഴിവാക്കി ഒഴിവാക്കുന്നു. അപ്പൊ ആ ടെൻഷൻ ഇല്ല. അപ്പൊ ഇതില് ശ്രദ്ധിക്കണ്ടേ, നിങ്ങളുടെ വീടിന്റെ വർക്ക് നിങ്ങൾക്ക് ഫിനിഷ് ആക്കാം. പല ആൾക്കാരും അതിന്റെ മേലെ എക്സ്ട്രാ എമൽഷനോ കാര്യങ്ങളൊക്കെ അടിച്ച് അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാല് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് വീടിന്റെ പണി തീർക്കേണ്ടവർക്ക് സിമെന്റ് ഇടുക, നേരെ വൈറ്റ് അടിച്ച് അങ്ങനെ ഇത് ഫംഗ്ഷൻ ടൈലിട്ട വീടാണ്. ഇത് പറഞ്ഞാൽ ഇവള് വൈറ്റ് സിമെന്റ് കഴിക്കുക, നേരെ കൂടിയിരിക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സാധാരണക്കാർക്കുള്ള ഏറ്റവും നല്ലൊരു ഐഡിയ ആണ്. ഇനി ഭാവിയിൽ പെയിന്റ് അടിക്കുന്നവർക്ക് 1-2 വർഷം കഴിഞ്ഞിട്ട് വേണേൽ പെയിന്റ് അടിച്ച് പോയില്ല, ആ രീതിയിൽ പോവാം. അതല്ലാതെയും പെയിന്റ് അടിച്ച് പോയിക്കൂടെ? ഇതിന്റെ മേലെ നേരെ ഇനി പ്രൈമർ അടിച്ച് 2 കോട്ട മെഷീൻ അടിക്കാൻ ഇതിന്റെ അല്ലെങ്കിൽ നമുക്ക് തന്നെ വൈറ്റ് സിമെന്റ് കഴിഞ്ഞാൽ നേരെ ഉടനെ ചില കുട്ടിയിടാം എന്നിട്ട് 1 കോട്ട് പ്രൈമർ അടിക്കാം. അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. ആ രീതിയിൽ ഇത് സെറ്റ്. ഇപ്പൊ ഈ വീടിന്റെ വർക്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇത്ര ഫിനിഷിൽ ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. 3 മണിക്കൂർ കൊണ്ട് അടിക്കുക എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് സംശയക്കാരം. നമ്മളെ വീട് 1000 സ്ക്വയർ ഫീറ്റിലെ വീടാണ്. എത്ര രൂപക്ക് അത് തീർത്ത് കൊടുക്കാൻ പറ്റും? നമ്മള് ലേബർ വിത്ത് മെറ്റീരിയൽ ഉൾപ്പെടെയാണെങ്കിൽ നമ്മൾ സ്ക്വയർ ഫീറ്റ് 12 രൂപക്ക് ചെയ്യും. 12 രൂപ. അതല്ല ഓൺലി മെറ്റീരിയൽ ലേബർ മാത്രമാണെങ്കിൽ മെറ്റീരിയൽ നമ്മൾ വാങ്ങിയതാണെങ്കിൽ 10 രൂപ. അപ്പോഴും ആൾക്കാർക്ക് സംശയം, ഈ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ വാളിന്റെ സ്ക്വയർ ഫീറ്റ് കൂടുതലാണ്. അതല്ല നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ ആൾക്കാർ ചോദിക്കും ആ വീടിന്റെ സ്ക്വയർ ഫീറ്റ് ആണോ വാളിന്റെ? നമ്മൾ പറഞ്ഞ വീടിന്റെ സ്ക്വയർ ഫീറ്റ്. ഇന്ത്യയിലെ സ്ക്വയർ ഫീറ്റ് തറയുടെ ഏരിയ പ്ലാനിൽ എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നത് അത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ഷോവാളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അങ്ങ് പോകും. പിന്നെ പ്ലാസ്റ്റിക് ചെയ്ത എല്ലാ ഭാഗങ്ങളും നമ്മൾ വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗങ്ങളും അതും സാധാരണ രീതിയിൽ ബ്രഷ് കൊണ്ട് അടിക്കുകയാണെങ്കിൽ 2 കോട്ടാണ് നമ്മൾ അടിക്കുക അല്ലെ? ഇത് എത്ര കോട്ടടിക്കും? നമ്മൾ 3 കോട്ടടിക്കും. 3 കോട്ടടിക്കും. അപ്പോഴേ ഈ ഒരു വെന്മ വരുള്ളൂ അല്ലെ? നിങ്ങൾ ഏത് മെറ്റീരിയലാ യൂസ് ചെയ്യുന്നത്? നമ്മൾ ബിർള വൈറ്റ് ഉപയോഗിക്കണം. ബിർള വൈറ്റില്ലേ? നമുക്ക് ഈ സിറ്റ് ഔട്ടിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നോക്കുമ്പോ ആൾക്കാർ ഈ വിൻഡോ കാണണ്ടാവും. വിൻഡോ നിങ്ങൾ കവർ ചെയ്തല്ലേ? ഈ പില്ലറിലുള്ള ടൈലുകൾ കവർ ചെയ്താണ്. ഇതൊക്കെ കവർ ചെയ്ത് കൊടുക്കൂലേ? ഈ ഒരു മേഖലയിൽ ആദ്യം വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടായിരുന്ന ഒരു ആശങ്കയായിരുന്നു നമ്മളെ വീട്ടിലെ വിൻഡോ ഇതൊക്കെ പെയിന്റ് ആയി നശിച്ചു പോകുന്നുണ്ട്, അത് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ടോ? അല്ല, നമ്മളിത് വൈറ്റ് സിമെന്റ് സ്പ്രേ കഴിഞ്ഞാൽ ഈ ഷീറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതുമത്തെ വൈറ്റ് സിമെന്റ് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഉപയോഗിക്കും. അവിടെ കയറണം. അതിന്റെ ഓരോ ബ്രഷിങ്ങിനും അവിടെ നിന്ന് സ്റ്റേ ചെയ്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ പോവാണ്. ഇതാണ് ഇതിന്റെ വർക്ക്. അതുകൊണ്ടാണ് ഇത് ഫാസ്റ്റ് ആകുന്നത്, അതുകൊണ്ടാണ് ഇത് ലാഭമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. പിന്നെ ഇതിലെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് സംശയമുള്ളത്. ഈ വീഡിയോയിൽ മുമ്പ് നമ്മൾ വീഡിയോയിൽ ക്ലിയർ ആയിട്ടുണ്ട്. ലാഭമാണെന്ന് ചോദിക്കുമ്പോൾ ലാഭം ഉണ്ടാവണല്ലോ. ഒരാൾ പറഞ്ഞുകൊടുക്കുക നമ്മളെ വീട്ടിൽ ഇത് പണിക്കാരെ വിളിച്ച് ചെയ്യുകയാണെങ്കിൽ ഓലിത് നന്നായിട്ട് ബ്രഷ് കൊണ്ട് അടിച്ച് ചെറിയ പൈസക്ക് ചെയ്തു തരും. ഒന്ന് കണക്കൂട്ടി കാണിച്ചു കൊടുക്കാൻ പറ്റും നമ്മളെ ആൾക്കാർക്ക്. കാണിച്ചു കൊടുക്കാം. എത്ര പണി വേണ്ടി? ഇതിപ്പോ 1500 സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഇത് മിനിമം പറഞ്ഞാൽ 4 ആൾ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് പറഞ്ഞാൽ 26,000 രൂപ വരുന്നതിന് 26 രൂപ വരുന്നത്. ലേബർ വിത്ത് മെറ്റീരിയൽ ഉൾപ്പെടെ ആകുമ്പോ മെറ്റീരിയൽ സെപ്പറേറ്റ് ആക്കാം. അതെ, 4 മണിക്കൂർ കൊണ്ട് തീർക്കും. നമ്മള് പറഞ്ഞാല് 4 മണിക്കൂർ കൊണ്ട് തീർക്കണം. ഇത് പറഞ്ഞാല് ലേബറിന് വെച്ച് ചെയ്യാച്ച് പറഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ 5 ചാക്ക് വൈറ്റ് സിമെന്റ് വേണ്ടി 5 ചാക്ക് വൈറ്റ് സിമെന്റ്. പിന്നെ അതിൽ കട്ടിൽ ക്ലീൻ ചെയ്തിട്ട് അവര് ചെയ്യുകയാണെങ്കിൽ 1 കോട്ട് പ്രൈമർ അടിക്കുള്ളൂ. 1 കോട്ട് പ്രൈമർ അടിക്കും. അതിന്റെ കോസ്റ്റ് വേറെ ആവും. നമ്മളാണെങ്കിൽ വൈറ്റ് സിമെന്റ് സ്പ്രേ ആണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് പറഞ്ഞാൽ നമ്മൾ 3 മണിക്കൂർ 4 മണിക്കൂർ കൊണ്ട് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കും. അല്ല, ഓല ഏകദേശം എത്ര ചാർജ് ആവുന്നുള്ളതാണ് നമ്മളെ പ്രശ്നം. ഓൽക്കിപ്പോ 4 ആളെ കൂലി എത്ര ദിവസം പറഞ്ഞാൽ ഇത് അടിക്കണമെങ്കിൽ 2 കോട്ടല്ലേ ഒരു ബ്രഷിൽ അടിക്കാം? 2 കോട്ട് ബ്രഷിൽ അടിക്കാം. എത്ര രൂപ? ഇത് പറഞ്ഞാൽ 26,000 രൂപയാവും നമ്മൾ ബ്രഷിനടിക്കുമ്പോൾ. ആ സ്ഥാനത്ത് നമ്മൾ വരുന്നത് കറക്റ്റ് വൈറ്റ് സിമെന്റ് അടിക്കണം. നമ്മളിപ്പോ സ്ക്വയർ ഫീറ്റ് 12 രൂപ വെച്ചിട്ടാണ്. 12 രൂപ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ സ്ക്വയർ ഫീറ്റ് നമ്മളത് വരുന്നത് 18,000 രൂപ. 18,000 രൂപ. അത് പറഞ്ഞാൽ ലേബർ വിത്ത് മെറ്റീരിയൽ ഉൾപ്പെടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളെ ലാഭം അല്ലെ? അത് മാത്രല്ല കേട്ടോ, പെട്ടെന്ന് പണി തീരാന്നുള്ളത് തന്നെയാണ് പ്രധാന ലാഭം.